ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അതുകൂടാണ്ട് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നമുക്കൊരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു വാൾ ഡെക്കോർ, അതായത് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കോർ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ കാർഡ്ബോർഡോ അധികം വളയാത്ത ടൈപ്പ് കാർഡ്ബോർഡ് പീസസ്, അതായത് നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ കിട്ടുന്ന ബോക്സസില്ലേ, ഇപ്പോൾ എല്ലാ വീടുകളിലും ഓൺലൈൻ ഓർഡേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ ബോക്സസോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു കാർഡ്ബോർഡ് ബോക്സ്, ഒരു ചെറിയ പീസേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസസും അതുപോലെ തന്നെ നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ കവറുകൾ, ബിസ്ക്കറ്റിൻ്റെയോ ലേസിൻ്റെയോ അങ്ങനെയുള്ള കവറുകളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കോറാണ്. ഫുൾ വേസ്റ്റ് പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കോറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കോമ്പസും പെൻസിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കോമ്പസും പെൻസിലും ഇല്ല എന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ സൈസ് എത്ര വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് നമ്മുടെ കയ്യിലുള്ള കാർഡ്ബോർഡിനനുസരിച്ച് നമ്മൾ സൈസ് വരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പും കൂടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലിഡ് ആണെങ്കിൽ ആദ്യത്തെ ലിഡിനേക്കാളും കുറച്ച് ചെറിയൊരു ലിഡ് എടുത്തിട്ട് നിങ്ങൾ വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ഒരു ഔട്ടർ ലൈൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ കാർഡ്ബോർഡ് ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം റൗണ്ട് ഷേപ്പിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ മതി. റൗണ്ട് വരച്ചയിലൂടെ കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഉള്ളിലത്തെ ഈ ഒരു റൗണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൗണ്ട് പീസ് ഉള്ളിലത്തെ ആവശ്യമുണ്ട് വേറൊരു ക്രാഫ്റ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ സിസേഴ്സ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ഇതുപോലത്തെ ക്രാഫ്റ്റ് നൈഫോ അതല്ലെങ്കിൽ തെർമോക്കോൾ നൈഫ് എന്ന് പറഞ്ഞ നൈഫ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കൈ എല്ലാവരും നന്നായി സൂക്ഷിക്കണം. ഇങ്ങനത്തെ നൈഫ് ആകുമ്പോൾ ഇത് പെട്ടെന്ന് തെന്നി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മളിത് ഫുള്ള് ഇങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ഷീറ്റ് നമുക്ക് വേറൊരു ക്രാഫ്റ്റ് ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് ഈ ഒരു റിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ബോക്സ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം എന്താ ഞാനിപ്പോൾ എടുക്കുന്നതിന് ഒരു ലേസിൻ്റെ കവറാണ്. അതായത് നമുക്ക് ലേസിൻ്റെയോ ബിസ്ക്കറ്റിൻ്റെയോ ഏത് കവർ വേണമെങ്കിലും എടുക്കാം. അതായത് ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സിൽവർ കളർ വരുന്ന ടൈപ്പ് ഓഫ് കവർ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കവറുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലേസിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതാണ്. എന്ന് വെച്ചാൽ കുറച്ച് കട്ടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ മടക്കിയിട്ട് എല്ലാ മടക്കുകളിലും നമ്മളിങ്ങനെ ഈ ഫോൾഡിങ്സ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ കാണുന്ന പോലെ നമ്മളിങ്ങനെ മടക്കുകയാണ്. അതായത് ഇങ്ങോട്ടും മടക്കും. എല്ലാവർക്കും അറിയായിരിക്കും വേണമെങ്കിൽ ഇത് അല്ലേ, ഇങ്ങനെ ഒരു ചെറിയ മടക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ വീതിയിൽ, അധികം വീതി കൂടാതെ ചെറുതായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിനെ ഈ കാണുന്ന വിധത്തിൽ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മളങ്ങ് ഇത് ഒട്ടിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഉരുകി പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും ഹാർഡ് ഗ്ലൂസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ലെങ്കിൽ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒട്ടിക്കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സെൻറ്ററിൽ ഒരു നൂലോ എന്തെങ്കിലും ഇട്ടൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കുറച്ചധികം കവറുകൾ വേണം. അപ്പോൾ ഇതൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ, കുറേ ഒട്ടിക്കാനുണ്ട് ഇനിയും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ അധികം ലേസ് കവറുകളും അതുപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ കവറുകളും പല ടൈപ്പ് ഓഫ് കവറുകളൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി വെക്കുക ഈ ഒരു കവർ കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്, കളർ പേപ്പറാണ് വേണ്ടത്. അത് നമ്മൾ സെയിം പോലെ തന്നെ മടക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മളുടെ
ലേസിൻ്റെ സൈസിൽ തന്നെ വേണം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു സൈസില്ലേ അതിൽ തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് നമ്മുടെ വേസ്റ്റ് പേപ്പർ വെച്ചിട്ടുണ്ടോ ആ ഒരു സൈസ് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തവർ നമ്മളുടെ കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കളർ പേപ്പർ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ തന്നെ മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ലേസിൻ്റെ ആ ഒരു സിൽവർ ആയതുകൊണ്ട് മനസ്സിലാവാത്തവർക്ക് ഇതുപോലെ ഞാൻ കാണിച്ചു തരാണ്. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടായാലും ഇങ്ങനെ മടക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യാണ്. അതിനുശേഷം ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്ര ആയതുകൊണ്ട് ഇതിൽ ഗ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫെവിക്കോളോ എന്ത് ഗ്ലൂ ആയാലും മതി അത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിൽവറിന് പകരമായിട്ട് വേറെ കളർ ഓഫ് പേപ്പർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പണും ഒരു സൈഡ് ഇങ്ങനെ മടക്കിയുമായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിളായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേപ്പറും അതുപോലെ തന്നെ സിൽവറും കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ 2 പീസസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സൈഡിൽ ഗ്ലൂ ഇട്ടിട്ട് ഇതിനെ 2 എണ്ണത്തിന് ഇങ്ങനെ ഒട്ടിക്കുക. കണ്ടോ, 2 പീസസ് നമ്മൾ ഒട്ടിച്ചെടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗം വീണ്ടും നമ്മൾ ഒട്ടിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലവർ പോലെ ആയി കിട്ടും. കണ്ടോ, ഇതുപോലെ 2 പീസസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ ആ സിൽവർ കളറും അതുപോലെ തന്നെ നമ്മുടെ പേപ്പറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിൽവറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 2 ഡിഫറെൻറ്റ് കളേഴ്സിലും ചെയ്തെടുക്കാം. ഇനി നമ്മുടെ റിങ് നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ കാർഡ്ബോർഡിൻ്റെ റിങ് ഇതെടുത്തിട്ട് നമ്മൾ ഓരോ ഫ്ലവറായിട്ട് എടുക്കാം. ഓക്കെ, ഒരു ഫ്ലവറായിട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഒട്ടുന്ന ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂവും ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു സിൽവർ ഒരു കളർ അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തവർ നമ്മുടെ കളർ പേപ്പർ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അവർക്ക് നമുക്ക് കളർ പേപ്പർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ സിൽവർ കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷീറ്റുകളൊന്നും കിട്ടാല്ലെങ്കിൽ നിങ്ങൾ വേറൊരു കളർ ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഒരു സിൽവർ കളർ വരുമ്പോൾ ഇതിനൊരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഐഡിയ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പം നമ്മൾ അതിന് മുന്നായിട്ട് നമ്മളുടെ അനൗൺസ്മെൻറ്റ് എന്താണെന്ന് പറയാം. അത് ഒന്നുമല്ല, നമ്മൾക്കിനി ഈസ്റ്റർ, വിഷു, റംസാൻ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രേഷൻസ് വരികയാണല്ലേ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി അതിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിലിടാം. അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് നമ്മുടെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ, റമദാൻ കഴിയുന്നവരെ. ഓക്കെ, അപ്പോൾ അതാ നമ്മളുടെ റിങ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു സിൽവർ കളർ അത്ര അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സിൽവർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട്, അതായത് നേരത്തെ ഉണ്ടാക്കിയ സൈസിനേക്കാളും കുറച്ച് ചെറുതുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇത് പേപ്പറുമ്പോൾ ചെയ്യുന്നില്ല, മറ്റേ പോലെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം. അതിനുശേഷം എന്താ നമ്മൾ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, വൂളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം നമ്മളിതാ നമ്മുടെ ഫ്ലവർ വീണ്ടും എടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വൂള് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫെവിക്കോളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതായാലും ഒട്ടിച്ചിട്ട് നമ്മളൊരു പേപ്പർ പീസ് പുറത്തോടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറിൻ്റെ ഒട്ടിച്ചു, അത് കഴിഞ്ഞ് നമ്മുടെ സിൽവറിൻ്റെ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 കളേഴ്സ് ഉണ്ടായിരിക്കുമെങ്കിൽ 2 കളേഴ്സും മാറ്റി ഒട്ടിക്കുക. അപ്പോൾ കുറച്ച് അങ്ങ് കയറ്റിയിട്ടാണ് അടുത്ത കളർ ഒട്ടിക്കുന്നത്, അതായത് വൂള് കുറച്ച് കാണുന്ന വിധത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ 2 പീസ് അപ്പുറത്തും ഇപ്പുറത്തും വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഒരെണ്ണേ ചെയ്യുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത 2 ത്രെഡുമ്പോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം കണ്ടോ, ഇത് ഞാൻ സെൻറ്റർ പീസ് ഇടാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതിനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ലേസിൻ്റെ കവറും അതുപോലെ തന്നെ കുറച്ച് വലിയ സിൽവർ ഫ്ലവറും കൂടിയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ പീസ് ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒരു നീളം ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ.
അല്ലെങ്കിൽ നമ്മളത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു നൂല് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റർ പീസിൽ നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ അടുത്ത പീസ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ഇറക്കം കുറച്ചിട്ട്, നീളം കുറച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുക, ഇതുപോലെ അങ്ങ് വെച്ച് നോക്കുക. വെച്ച് പതുക്കെ നോക്കിയിട്ട് നമ്മൾ ത്രെഡ് നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വൂളുകളും ഒരേ സൈസിലായതുകൊണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുക. കുറച്ച് നന്നായി ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ എല്ലാ ഫ്ലവേഴ്സും നമ്മൾ വോളിൽ ഹാങ് ചെയ്യുമ്പോൾ കട്ട പോലെ നിൽക്കും കേട്ടോ. അതിനുശേഷം അടുത്ത സൈഡും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ത്രെഡ് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യമേ വൂള് നിങ്ങൾ വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു സൈസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒരു പേപ്പർ പീസ്, വേസ്റ്റ് ഓഫ് പേപ്പർ ആണ് കേട്ടോ, അതങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിന് താഴെ വീഴുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മുകളിലത്തെ ത്രെഡും പേപ്പറും എക്സസ് ആയിട്ട് നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം, 3 പീസിൻ്റെയും കേട്ടോ. അതിനുശേഷം താഴെ നമ്മൾ ആ പേപ്പർ മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ത്രെഡ് കട്ടാവരുത് കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചാൽ മതി. ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്കൊരു ഹാങ്ങിങ് കൂടെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഹാങ്ങിങ് കൊടുത്തു, അതിൽ നമ്മളൊരു പേപ്പർ മുകളിൽ ഒട്ടിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോൾ ഡെക്കോർ അല്ലെങ്കിൽ റൂം ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുൾ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. പേപ്പർ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഇട്ടത്. ഇത് നമ്മൾ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കബോർഡുമ്മലാണ് ഹാങ് ചെയ്തത് കേട്ടോ. മോൻ്റെ റൂമിലത്തെ ഒരു കബോർഡുമ്മലാണ് ഹാങ് ചെയ്തത്. ബ്ലൂ കളർ തീമൊക്കെ ആയതുകൊണ്ട് ബോയ്സിന് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ നിങ്ങൾ ഇതിന് പകരമായിട്ട് പിങ്ക് കളർ തീമിൽ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് റൂമിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് ചെയ്തെടുക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കളർ പേപ്പർ ഇല്ലാത്തവർ കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പോലെ ഉണ്ടാക്കാം. നിങ്ങളുടെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകൾ ചാനലിൽ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോ ഫേസ്ബുക്ക് ഐ ഡിയിലോ അയച്ചു തരാം. അതിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.